നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ നാവിക് GPS-ന്റെ പ്രവർത്തനം വലിയ രീതിയിൽ തടസ്സപ്പെട്ടു എന്നുള്ളത് ലോക്സഭയിൽ തന്നെ കേന്ദ്രം സമ്മതിക്കുന്നു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GPS-ന്റെ ഒരു പ്രത്യേകത ഇത്തരത്തിൽ ഏത് യുദ്ധകാലത്തും ഇത് അത്യാവശ്യമാണ്. അപ്പം ഇത്തരത്തിൽ ഇത് ഏകദേശം 4ഓളം ഉണ്ടായ GPS-ൽ ഏതോ ഒന്നിനാണ് തകരാറ് വന്നത് എന്നുള്ള തരത്തിലേക്കാണ് ഞാൻ കേട്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം സിസ്റ്റത്തെയും ബാധിക്കുന്ന ഒന്നല്ല. ഇനിയിപ്പം നമുക്ക് ഇപ്പം ഗലീലിയോ പോലത്തെ യൂറോപ്യൻ കൺട്രീസിൻ്റെ അല്ലെങ്കിൽ GPS പോലത്തെ അമേരിക്കയുടെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 1999 കാർഗിൽ യുദ്ധത്തിൽ പോലും ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ അമേരിക്ക GPS നമുക്ക് തരാത്തൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ GPS ഇപ്പോൾ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലോട്ട് പോകുമ്പോൾ ഇനി ഏത് GPS-നെയാണ് നമുക്ക് ഇത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ISRO ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് ഇതിൻ്റെ തുടർ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും നാവിക്ക് ബലഹീനമായിരിക്കുകയാണ്. നാവിക് എന്നാൽ നാവിഗേറ്റ് വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അത് നമ്മുടെ തദ്ദേശീയ ഇന്ത്യൻ GPS എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പൊസിഷനിങ് ആൻഡ് ടൈമിങ്, ഈ 3 കാര്യങ്ങൾ സിവിലിയൻ ആവശ്യത്തിനും പ്രതിരോധ ആവശ്യത്തിനും രണ്ടും നൽകുന്ന ഒരു സംവിധാനമാണ് നാവിക്ക്. ആ നാവിക്ക് ഒരു ഇൻഡിപെൻഡന്റ് പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളെങ്കിലും ആവശ്യമുണ്ട്. ഇപ്പൊ അത് 3 ഉപഗ്രഹങ്ങളായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും നാവിക്കിന്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചിരിക്കുന്നു. അതിപ്പോ ഏറ്റവും കൂടുതൽ സർക്കാർ ലോക്സഭയില് എഴുതി കൊടുത്ത ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക കാര്യ മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. നാവിക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വലിയ പ്രതിസന്ധികളെ നേരിടുകയായിരുന്നു. അത് ഒരു തരത്തിൽ ISRO നേരിടുന്ന പ്രതിസന്ധികളുടെ ഭാഗം കൂടിയാണ്. അതായത് ഇപ്പോൾ നാവിക്കിന് ഓപ്പറേഷനിലായിട്ടുള്ള 3 ഉപഗ്രഹങ്ങൾ IRNSS 1B, IRNSS 11, NVS 01. ഇതിൽ ആദ്യത്തെ IRNSS എന്ന് പറയുന്നത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അത് പണ്ട് നമ്മൾ വിക്ഷേപിച്ചതാണ്. ഏറ്റവും പുതിയ ആധുനിക സാറ്റലൈറ്റുകളാണ് ഈ NVS സീരീസിലുള്ളത്. ഈ NVS സീരീസിലുള്ള ഈ ഇന്ത്യൻ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് 2018-ലാണ്. അപ്പോ അന്ന് വിഭാവനം ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ഏതാണ്ട് 12ഓളം ഉപഗ്രഹങ്ങൾ വിവിധ ഭ്രമണപഥങ്ങളിലായിട്ട് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം ഇതിന്റെ നാവിക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അത് വർദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, അതിന്റെ എണ്ണം താഴോട്ട് പോവുകയും ചെയ്തു. അപ്പോ അതൊരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. ബലഹീനമായിരിക്കുന്നു ഇന്ത്യയുടെ തദ്ദേശീയ GPS. ഇവിടെ ഫൗസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തീർച്ചയായിട്ടും അത് സൈനിക സൈനിക രംഗത്ത് ഒരു വലിയ തിരിച്ചടിയാണ്. ഇവിടെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇത്തരം ഒരു നാവിഗേഷൻ സിസ്റ്റം വേണം, നാവിഗേഷൻ പൊസിഷനിങ് ടൈമിംഗ് സിസ്റ്റം വേണമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റക്കാരുടെ കോർഡിനേറ്റ്സ് തരാൻ അമേരിക്ക വിസമ്മതിച്ചപ്പോഴാണ്. അതായത് കാർഗിൽ മലനിരകളിൽ തമ്പടിച്ചിരിക്കുന്ന പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ അവരുടെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കോർഡിനേറ്റ്സ് ഇന്ത്യക്ക് നൽകാൻ അമേരിക്ക ഒറ്റയടിക്ക് വിസമ്മതിച്ചു. അപ്പോഴാണ് സ്വന്തമായിട്ട് ഒരു നാവിഗേഷൻ സിസ്റ്റം വേണ്ട അതിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇത് തുടക്കമിടുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാല് അതിലധികം ഒന്നും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നില്ല. അതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. ഇവിടെ ആരാണ് ഇതിന്റെ ഉത്തരവാദി? അതിനെതിരെ കൃത്യമായിട്ട് നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ നമ്മുടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, മിലിറ്ററി ദേശസുരക്ഷയും അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴും. ഇതിന്റെ മുഖ്യമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാവിക്കോടനുബന്ധിച്ചിട്ടുള്ള സാറ്റലൈറ്റുകൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ ഭാഗമായിട്ടുള്ള ആറ്റമിക് ക്ലോക്കുകൾ, റുബീഡിയൻ ക്ലോക്ക് എന്ന് പറയും. ആ ക്ലോക്കുകൾ കൃത്യസമയം അത് ഒരു വളരെ വളരെ നേരിയ സമയ വ്യത്യാസമേ ഇതിനുണ്ടാകും. ഒരു 10 ലക്ഷത്തിൽ 1 സെക്കൻഡിന്റെ ഒക്കെ വ്യത്യാസമേ അത് ഒരു 100 കൊല്ലം കൊണ്ടൊക്കെ വരുള്ളൂ. അത്ര കൃത്യതയുള്ള ഈ ക്ലോക്കുകൾ
ആ ക്ലോക്കുകളെല്ലാം തന്നെ ഈ പല ഉപഗ്രഹങ്ങളിലും പരാജയപ്പെട്ടു. ഈ ക്ലോക്ക് വാങ്ങിച്ചിരിക്കുന്ന എന്തോ സ്വിസ് കമ്പനിയിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന്റെ പരാജയം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, പൊസിഷനിങ് ആൻഡ് ടൈമിംഗ് സർവീസിന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണം അതാണ്. പിന്നീട് ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ മാർച്ച് 2025 വിക്ഷേപിച്ചപ്പോ അത് അത് വേണ്ട ഒരു ഭ്രമണപഥത്തിൽ എത്തുന്നതിലും പരാജയപ്പെട്ടു. അതും ഒരു വലിയ പ്രതിസന്ധിയാണ്. അതെനിക്ക് NVS-02 ആണ്, സെക്കൻഡ് ജനറേഷൻ റീപ്ലേസ്മെന്റ് സാറ്റലൈറ്റ് NVS-02. അതിന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടു. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, എനിക്ക് തോന്നുന്നത് LV-2 ആണ് അത് വിക്ഷേപിച്ചത്. ശരിക്കും ലോഞ്ച് വെഹിക്കിൾ 3 ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ലോഞ്ച് വെഹിക്കിൾ 2 എന്ന നമ്മുടെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ആ ലോഞ്ച് വെഹിക്കിളിന്റെ ഒരു പരാജയമായിരുന്നു അന്നുണ്ടായത്. ഒരുപാട് ഉപഗ്രഹങ്ങൾ പരാജയപ്പെട്ടത് റുബീഡിയം ക്ലോക്കിന്റെ പരാജയമായിരുന്നു. പിന്നെ ഇപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് റുബീഡിയം ക്ലോക്കുകൾ ഉണ്ടാക്കുന്നു. വിദേശത്തുനിന്ന് വാങ്ങിച്ച ക്ലോക്കിനെ നമ്മൾ തന്നെ നിർമ്മിക്കുന്ന റുബീഡിയം ക്ലോക്കുകൾ കൊണ്ട് അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന മാസങ്ങളിൽ 2 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് നമ്മൾ പദ്ധതി ഇടുന്നത്. അതായത് NVS-04, NVS-05, ക്ഷമിക്കണം 3 എണ്ണമാണ്. NVS-03, 04, 05. അതിൽ NVS-03 എന്ന ഉപഗ്രഹം അതിന്റെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ചു. ഇനി അത് നമ്മുടെ ലോഞ്ച് വെഹിക്കിളിൽ മീറ്റ് ചെയ്ത് പഥത്തിൽ അത് എത്തിച്ചാൽ മാത്രം മതി. പക്ഷേ ഇവിടെ വീണ്ടും മറ്റൊരു പ്രതിസന്ധി വന്നു. ISRO ഈ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഒരൊറ്റ ഉപഗ്രഹം പോലും വിക്ഷേപിച്ചിട്ടില്ല. PSLVയുടെ തുടർച്ചയായ 2 പരാജയങ്ങൾ, ഇതൊക്കെ തന്നെ വല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ISROയുടെ പ്രതിസന്ധി ആണ് യഥാർത്ഥത്തിൽ നാവിക്കിന്റെ പ്രതിസന്ധി. നാവിക്കിന് മാത്രമായിട്ടുണ്ടായ പ്രതിസന്ധിയാണിതെന്ന് ഞാൻ കരുതുന്നില്ല. ISRO എന്ന സ്ഥാപനം മൊത്തത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി ഈ നാവിക്കിന്റെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ് അതിലെ ഒളിഞ്ഞിരിക്കുന്ന സത്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സംവിധാനം ഇന്ന് നമുക്ക് വലിയ പ്രയോജനം ചെയ്യുന്നില്ല എന്നതാണ് അർത്ഥം. സർക്കാർ ചില അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ പറയുന്നത് നമ്മുടെ പ്രതിരോധ മേഖലയുടെ പ്രവർത്തനത്തെ ഒന്നും തന്നെ ഇത് ബാധിച്ചിട്ടില്ല. ഈ വിദേശ GPS സിസ്റ്റമായിട്ടുള്ള ഇപ്പൊ അമേരിക്കയുടെ GPS, റഷ്യയുടെ ഗ്ലോസ്നാസ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയോ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഈ 3 ഉപഗ്രഹങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അതിലെ ഡേറ്റയും ഈ വിദേശ പൊസിഷനിങ് നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഡേറ്റയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഒരു ബലഹീനത മറികടക്കുന്നു എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും കാർഗിൽ യുദ്ധസമയത്ത് നമുക്കുണ്ടായ അനുഭവം അത് നമ്മളെ ഇത്തരം അവകാശവാദങ്ങൾ അങ്ങനെ മുഖവിലക്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഒരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ മറ്റവരുടെ കോർഡിനേറ്റ്സ്, മറ്റവർ പ്രൊവൈഡ് ചെയ്യുന്ന കോർഡിനേറ്റ്സും നമ്മുടെ കോർഡിനേറ്റ്സും കൂടെ അവൈലബിൾ ആയിട്ടുള്ള കോർഡിനേറ്റ്സും കൂടെ ചേർത്തിട്ട് സംയോജിപ്പിച്ചിട്ട് ഒരു ഡേറ്റ ഉണ്ടാക്കുമ്പോഴും അതിന് ഡേറ്റയ്ക്ക് അതിൻ്റെതായ പരിമിതികളും. ഇപ്പൊ നാളെ പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഭാഗം ഉണ്ടാകുകയാണെങ്കിൽ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പരിമിതികളും അവിടെ ഉണ്ടാവും. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാവിക്കാണ് നമുക്ക് വലിയൊരു കൈത്താങ് ആയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് നമുക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൊസിഷനിങ്, നാവിഗേഷൻ, ടൈമിംഗ് സിസ്റ്റം തീർച്ചയായിട്ടും നമുക്കതിന് ചില പരിമിതികൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ മിസൈലുകളും അതുപോലെ മറ്റ് വിമാനങ്ങളും ഒക്കെ തന്നെ ഫൈറ്റർ ജെറ്റും എല്ലാം തന്നെ ഈ എല്ലാ സിസ്റ്റവും ഉപയോഗിക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഗ്രൗണ്ടഡ് ആകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗ്രൗണ്ടഡ് ആകില്ലെങ്കിലും അതിന്റെ പ്രിസിഷൻ സ്ട്രൈക്കുകളിലെ അത് ബാധിക്കും. ഇപ്പൊ ആധുനിക യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ സ്ട്രൈക്കാണ്. വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കുക എന്നുള്ളതാണ്. ഒരു കാറിൽ പോകുമ്പോൾ നിങ്ങളുടെ ശത്രുവിനെ മാത്രം ഒരു മിസൈൽ ഉപയോഗിച്ച് കൊല്ലുക, അതിന്റെ അടുത്ത സീറ്റിലിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക. ആ പ്രിസിഷൻ സ്ട്രൈക്ക് കാഷ്വാലിറ്റീസ് കുറയ്ക്കാൻ മാത്രമല്ല വളരെ കൃത്യതയോടുകൂടി എതിരാളിയുടെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കാനും
അതുപോലെ തന്ത്രപ്രധാനമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഒക്കെ നശിപ്പിക്കാനുമൊക്കെ ഈ പ്രിസിഷൻ സ്ട്രൈക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ പ്രിസിഷൻ സ്ട്രൈക്കിനുള്ള ഒരു പരിമിതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഗഗൻ എന്നും മറ്റൊരു സംവിധാനമുണ്ട്. അതായത് GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റേഷൻ സിസ്റ്റം. അത് ഉപയോഗിച്ചാണ് നമ്മുടെ വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യുന്നത്. അതിൽ GPS ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും നാവിക്ക് ഒരു സപ്ലിമെന്ററി സിസ്റ്റമായിട്ട് കൂടുതൽ ഡാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഇപ്പോ നാവിക്കിന്റെ ഒരു പ്രയോജനം ഗഗനൊന്നും അത്രയധികം കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. 1500 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ ഇപ്പോൾ ഇതിന്റെ ഈ സിസ്റ്റത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത്. അതായത് നമ്മുടെ രാജ്യം മുഴുവൻ ഇത് കവർ ചെയ്യും നാവിക്ക്. നമ്മുടെ അതിർത്തികളിൽ നിന്നും 1500 കിലോമീറ്റർ അകലെ വരെയും ഇത് ഇഫക്റ്റീവാണ്. നമ്മൾ വിഭാവനം ചെയ്തിരുന്നത് ഇപ്പോ ഇന്ത്യയിൽ നിന്നും 6000 കിലോമീറ്റർ അകലെ വരെ നാവിക്ക് കൃത്യമായിട്ട് 2028 പ്രവർത്തിക്കുമെന്നാണ്. അതെന്തായാലും ഇനി നടക്കാൻ പോകുന്നില്ല. 1500 കഴിഞ്ഞിട്ട് ഇപ്പോ 2026 ഇത് 3000 കിലോമീറ്റർ ദൂരപരിധി വരെ ഇതിന്റെ റേഞ്ച് വർദ്ധിക്കേണ്ടിയിരുന്ന കാലമായിരുന്നു. ദൗർഭാഗ്യവശാൽ നമ്മൾ ലക്ഷ്യം വെച്ചത് കിട്ടിയുമില്ല. കയ്യിലിരുന്നത് ഏതാണ്ട് ദുർബലമാവുകയും ചെയ്തു എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ. ISRO മൊത്തത്തിൽ സർക്കാരിന്റെ ഇടപെടലിലൂടെ ISRO നേരെ കൊണ്ടുവരികയും ISROയുടെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരികയും നാവിക്ക് അടിയന്തിരമായിട്ട് നാവിക്കിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഈ വർഷം നമ്മൾ വിക്ഷേപിക്കും എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന NV3, NV4, NV5 തുടങ്ങിയ സാറ്റലൈറ്റുകൾ കൃത്യമായിട്ട് വിക്ഷേപിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. NV3 എന്ന ഉപഗ്രഹം അത്യാധുനികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ആ സാറ്റലൈറ്റ് പ്രവർത്തനം തുടങ്ങിയാൽ തന്നെ നമ്മുടെ പ്രതിസന്ധികൾ ഒരു പരിധി വരെ നമുക്ക് അവസാനിക്കും. കാരണം വീണ്ടും ഭ്രമണപഥത്തിൽ 4 സാറ്റലൈറ്റുകളാവും. അഡീഷണൽ 2 സാറ്റലൈറ്റ് കൂടി വരുമ്പോഴേക്കും നമുക്ക് ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇതിലൊരു ഉപഗ്രഹം പ്രവർത്തനം നിലച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനും പറ്റും. ഇത് ചിലരൊക്കെ പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ നടക്കുന്ന ജാമിംഗ്, സ്പൂഫിംഗ്, സൈബർ വാർഫെയറിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നമ്മുടെ നാവിക്കിന് സംഭവിച്ച നാശനഷ്ടങ്ങളൊക്കെ എന്ന് ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മുടെ ഉപഗ്രഹങ്ങളെ സംരക്ഷിക്കാനുള്ള ബോഡി ഗാർഡ് സാറ്റലൈറ്റും ഒക്കെ രംഗത്ത് വരുമ്പോൾ നിശ്ചയമായിട്ടും ഇത്തരം സൈബർ ആക്രമണങ്ങളെയും ഇലക്ട്രോണിക് വാർഫെയറിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.